ഡൽഹിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ പ്രതിക്കൂട്ടിലാക്കി കോൺഗ്രസ് നേതൃത്വത്തിന്റെ കടുത്ത നീക്കം. ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നീക്കത്തിൽ ജവാന്മാർ വീരമൃത്യു മരിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രി പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എം.പി അവകാശ ലംഘന നോട്ടീസ് നൽകി. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കാണ് കെ.സി. വേണുഗോപാൽ നോട്ടീസ് കൈമാറിയത്. ഓപ്പറേഷനിൽ ഒരു സൈനികൻ പോലും മരിച്ചിട്ടില്ലെന്നായിരുന്നു മുൻപ് മന്ത്രിസഭയിൽ പ്രസ്താവിച്ചിരുന്നത്. എന്നാൽ ഈ സൈനിക നീക്കത്തിൽ 6 ഇന്ത്യൻ ജവാന്മാർ വീരമൃത്യു മരിച്ചതായി ഇപ്പോൾ സർക്കാർ ഔദ്യോഗികമായി സമ്മതിച്ചതോടെയാണ് രാജ്യം ഉറ്റുനോക്കുന്ന വലിയൊരു പാർലമെന്ററി വിവാദത്തിന് വഴി തുറന്നിരിക്കുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെതിരെ പ്രതിപക്ഷം ഇത്രയും കടുത്ത പാർലമെന്ററി നടപടികളിലേക്ക് നീങ്ങാനുണ്ടായ പശ്ചാത്തലവും ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നീക്കത്തെക്കുറിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ പ്രസ്താവനകളും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. രാജ്യസുരക്ഷയെയും ധീരജവാന്മാരുടെ ത്യാഗത്തെയും മുൻനിർത്തിയുള്ള ഈ വിഷയം പാർലമെന്റിൽ വൻ രാഷ്ട്രീയ കൊടുങ്കാറ്റിനാണ് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത്. ഈ വിവാദങ്ങൾക്ക് ആസ്പദമായ സൈനിക നീക്കം നടക്കുന്നത് കഴിഞ്ഞ വർഷമാണ്. 2025 ഏപ്രിലിൽ കശ്മീരിലെ പഹൽഗാമിൽ ഇന്ത്യൻ സേനയ്ക്ക് നേരെ കടുത്ത ഭീകരാക്രമണം ഉണ്ടായിരുന്നു. ഈ ക്രൂരതയ്ക്ക് അതിർത്തിയിൽ വെച്ച് ശക്തമായ മറുപടി നൽകാനാണ് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ അതീവ രഹസ്യവും വിപുലവുമായ സൈനിക നീക്കം ആരംഭിച്ചത്. ഈ സൈനിക ഓപ്പറേഷൻ പൂർത്തിയായതിന് പിന്നാലെ കഴിഞ്ഞ വർഷം പാർലമെന്റിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് മന്ത്രി നൽകിയ മറുപടിയാണ് ഇപ്പോൾ വലിയ ആയുധമായി പ്രതിപക്ഷം ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ലോക്സഭയിൽ സംസാരിക്കവേ ഓപ്പറേഷൻ സിന്ദൂർ പൂർണ്ണ വിജയമായിരുന്നുവെന്നും ഈ സൈനിക നീക്കത്തിനിടയിൽ ഒരൊറ്റ ഇന്ത്യൻ സൈനികന് പോലും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സഭയെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. എന്നാൽ മന്ത്രിയുടെ ഈ പ്രസ്താവന വന്ന് കൃത്യം ഒരു വർഷം പിന്നിടുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് തങ്ങളുടെ പഴയ നിലപാട് തിരുത്തേണ്ടി വന്നിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ ആർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന പഴയ അവകാശവാദം പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഈ സൈനിക നീക്കത്തിൽ ഇന്ത്യയുടെ 6 ധീര ജവാന്മാർ വീരമൃത്യു മരിച്ചിട്ടുണ്ടെന്ന യാഥാർത്ഥ്യം കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ഔദ്യോഗികമായി സമ്മതിച്ചിട്ടുണ്ട്. യഥാർത്ഥ വസ്തുതകൾ മറച്ചുവെച്ച് പ്രതിരോധ മന്ത്രി പാർലമെന്റിനെ ബോധപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ഇത് രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി നൽകിയ ധീര ജവാന്മാരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നുമാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. യഥാർത്ഥ വിവരങ്ങൾ പാർലമെന്റിൽ നിന്നും രാജ്യത്തെ ജനങ്ങളിൽ നിന്നും ബോധപൂർവ്വം മറച്ചുവെക്കാൻ പ്രതിരോധ മന്ത്രാലയം ശ്രമിച്ചുവെന്ന അതീവ ഗുരുതരമായ രാഷ്ട്രീയ ആരോപണമാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ നേരിട്ട് പ്രതിക്കൂട്ടിലാക്കി AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എം.പി രംഗത്തെത്തിയിരിക്കുന്നത്. സഭയെ തെറ്റിദ്ധരിപ്പിച്ച മന്ത്രിയുടെ നടപടിക്കെതിരെ കടുത്ത നിയമ നടപടിയിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കാണ് അദ്ദേഹം ഔദ്യോഗികമായി അവകാശ ലംഘന നോട്ടീസ് കൈമാറിയത്. ലോക്സഭയിൽ പ്രതിരോധ മന്ത്രി നടത്തിയ പഴയ പ്രസ്താവനകളും ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ രേഖകളും തമ്മിലുള്ള വൈരുദ്ധ്യം സഭയെ കടുത്ത രീതിയിൽ അനാദരിക്കുന്നതിന് തുല്യമാണെന്നാണ് നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നീക്കത്തിനിടെ ആർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് കഴിഞ്ഞ വർഷം ജൂലൈയിൽ രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ പറഞ്ഞത് കൃത്യമായ വിവരങ്ങൾ മറച്ചുകൊണ്ടായിരുന്നു എന്ന് വേണുഗോപാൽ ആരോപിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം 6 സൈനികർ വീരമൃത്യു മരിച്ചതായി കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഔദ്യോഗികമായി സമ്മതിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ മന്ത്രി സഭയോട് നടത്തിയത് കടുത്ത അവകാശ ലംഘനമാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നു. രാജ്യത്തിനു വേണ്ടി അതിർത്തിയിൽ ജീവൻ നൽകിയ ധീര ജവാന്മാരെയും അവരുടെ കുടുംബങ്ങളെയും കേന്ദ്ര സർക്കാർ അവഗണിക്കുകയാണ് ചെയ്തതെന്ന വൈകാരികമായ വശം കൂടിയാണ് പ്രതിപക്ഷം ഇവിടെ ഉയർത്തുന്നത്. ദേശീയ സുരക്ഷയ്ക്കും സൈനികരുടെ ജീവനും മുൻനിർത്തിയുള്ള മറുപടികളിൽ കേന്ദ്രമന്ത്രിമാർ പുലർത്തേണ്ട ജാഗ്രതയെ ചോദ്യം ചെയ്തുകൊണ്ട് വരും ദിവസങ്ങളിൽ പാർലമെന്റിൽ വലിയ പ്രക്ഷോഭങ്ങൾക്കാണ് പ്രതിപക്ഷം രൂപം നൽകുന്നത്.